നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റാണ് വിൻലാൻഡിൻ്റെ സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ. അപ്പോൾ അതിനെ VSMS എന്നും പറയാം. ഈ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ കേസിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ടൈറ്റിലുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പം ഞാനതൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റ് തന്നെ ബോൾഡായിട്ട് സെൻറ്ററിൽ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലിന് എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി അസസ്മെൻറ്റ് ഫോർ ഇവാലുവേറ്റിംഗ് സോഷ്യൽ ആൻഡ് അഡാപ്റ്റീവ് ഫങ്ഷനിങ്, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എയിമാണ്. അപ്പം എയിം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടു അസസ് ദ ലെവൽ ഓഫ് സോഷ്യൽ മെച്യൂരിറ്റി ഓഫ് ദ ചൈൽഡ് ബൈ യൂസിങ് ദ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ, ഓർ നിങ്ങൾക്ക് എങ്ങനെയും പറയാം സോഷ്യൽ മെച്യൂരിറ്റി ഓഫ് എ സബ്ജക്റ്റ് എന്നും പറയാം. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതൊരു 15 വയസ്സായ കുട്ടിക്കുള്ള മാക്സിമം ഒരു 15 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടിക്കുള്ള ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്റ്റ് അതിനേക്കാളും ഏജ്ഡ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ജക്റ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റിൽ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ വരുന്നതാണ് എയിം. പിന്നെ മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സൈഡ് ഹെഡിങ് ആണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ് സോഷ്യൽ മെച്യൂരിറ്റി, പിന്നെ നമ്മൾ ലൈഫ് സ്കിൽസ് അക്വയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ലൈഫ് സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്, ആ തിയറീസ് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മെച്യൂരിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, ആ ഫാക്ടേഴ്സും കൂടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൽ ബേസിക്കായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടത്. അപ്പം സോഷ്യൽ മെച്യൂരിറ്റി, വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു സെൻറ്റൻസ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം അതിൽ ഒരു പേഴ്സൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ എബിലിറ്റി ഈ സോഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനും അതിന് അനുസരിച്ച് പെർഫോം ചെയ്യാനുമുള്ള ഒരു പേഴ്സണിൻ്റെ എബിലിറ്റിയാണ് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ സോഷ്യൽ മെച്യൂരിറ്റി എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയാം. ഈ സോഷ്യൽ മെച്യൂരിറ്റി എന്താണെന്ന് അവർ യൂഷ്വലി ഇതിന് വൈവയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ശരിക്കും ഡെഫിനേഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മെച്യൂരിറ്റി ഈസ് ദ ഇൻഡിവിജ്വൽസ് കപ്പാസിറ്റി ടു എൻഗേജ് എഫക്റ്റീവ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റി ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പിന്നെ ഒരു അപ്രോപ്രിയേറ്റ് ബിഹേവിയർ കാഴ്ചവെക്കാനും ഒരു ഇമോഷണൽ റെഗുലേഷൻ കാഴ്ചവെക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റീനെയാണ് സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ഇതൊക്കെ ഇൻട്രൊഡക്ഷനിലാണ് വരുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസാണ് പറയുന്നത്. അപ്പം ഇതിൽ വരുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് വരുന്നുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ്, പിന്നെ ഇൻ്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കില്ല്, അഡാപ്റ്റീവ് എബിലിറ്റി പറയാം, ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ലിറ്ററസി, ഡിജിറ്റൽ ലിറ്ററസി, ഹെൽത്ത് ആൻഡ് സേഫ് കെയർ. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്കിൽസ് ഇതിലൂടെ അക്വയർ ചെയ്യണം. സോഷ്യൽ മെച്യൂരിറ്റീൻ്റെ ഓരോ ലൈഫ് സ്റ്റേജിലും അക്വയർ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങൾ, ആ സ്കിൽസും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇത് ഒരു കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് ആണെന്ന് പറയും, പിന്നെ സോഷ്യൽ മെച്യൂരിറ്റീൻ്റെ ഡെഫിനിഷൻ പറയും, പിന്നെ അതിൽ വരുന്ന കീ സ്കിൽസ്, ഏകദേശം ഒരു 10 സ്കിൽസ് ഞാൻ പറഞ്ഞു, ആ കീ സ്കിൽസും കൂടെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന തിയറീസാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് തിയറിയാണ് എറിക്സണിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി. അപ്പം ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു കുട്ടി ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും അവിടെ ഓരോ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇപ്പം ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അതുപോലെ ഓട്ടോണമി വേഴ്സസ് ഷെയിം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇവർ ഓരോ സ്റ്റേജിലൂടെ പോയി മെച്യൂരിറ്റി അക്വയർ ചെയ്യണമെന്നാണ് എറിക്സണിൻ്റെ സൈക്കോ സോഷ്യൽ തിയറിയിൽ ബേസിക്കായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ തിയറിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ
കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് 4 സ്റ്റേജസ് ആയിട്ടാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജും പിന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജും. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജും നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ ഏജും കൂടെ മെൻഷൻ ചെയ്യുക. ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണെങ്കിൽ 0 to 2 ഇയേഴ്സിലാണ് നടക്കുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണെങ്കിൽ 2 to 7 ഇയേഴ്സാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണെങ്കിൽ 7 to 11 ഇയേഴ്സാണ്. ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത് 11+. ഓക്കെ, 11+ ഒക്കെ വരുന്നത് ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അപ്പോൾ പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഈ 4 സ്റ്റേജസ് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അടുത്ത വരുന്നതാണ് വിഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി. അപ്പോൾ ഈ സോഷ്യോ കൾച്ചറൽ തിയറിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ചൈൽഡ് മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ കൾച്ചറിലുള്ള അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലുള്ള പേഴ്സൺസുമായിട്ടുള്ള നോളജബിൾ പേഴ്സൺസും ആയിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് എന്നാണ് വിഗോട്സ്കിൻ്റെ സോഷ്യൽ കൾച്ചറൽ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആൽബർട്ട് ബന്ദൂരേൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പോൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറി അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ചിൽഡ്രൻ ബാക്കിയുള്ളവരുടെ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അവർ ഒരു മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ചില ബിഹേവിയർ അവർ ഫോളോ ചെയ്യും, ചില ബിഹേവിയർ അതെന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ ഡെവലപ്പ് ആവുന്നതെന്നാണ് ആൽബർട്ട് ബന്ദൂരേൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അതിൽ റീഎൻഫോഴ്സ്മെൻറ്റും അതുപോലെ മോഡലിങ്ങും ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അക്യൂർ ചെയ്യുന്നത് അവരുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇൻഫ്ലുവൻസോടും കൂടിയിട്ടാണ്. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ആൽബർട്ട് ബന്ദൂരേൻ്റെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ, പിന്നെ വരുന്നതാണ് അറ്റാച്ച്മെൻറ്റ് തിയറി. അറ്റാച്ച്മെൻറ്റ് തിയറിയിൽ അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കെയർ ഗിവേഴ്സിന് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ എന്നാണ് അറ്റാച്ച്മെൻറ്റ് തിയറിയിൽ വരുന്നത്. ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ വരുന്നതാണ് ഡാനിയൽ ഗോൾഡ്മാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി. അപ്പം നമ്മുടെ ഇതിൽ പറയുന്നത് വെച്ചാൽ എനിക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് സജസ്റ്റ് ദാറ്റ് സോഷ്യൽ മെച്യൂരിറ്റി ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ്, മാനേജ് വൺസ് ഓൺ ഇമോഷൻ ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. നമ്മുടെ ഇമോഷനും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, ബാക്കിയുള്ളവരുടെ ഇമോഷനും നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും മാനേജ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ മെച്യൂരിറ്റി അക്വയർ ചെയ്യുന്നതെന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി ഓഫ് ദ ഡാനിയൽ ഗോൾഡ്മാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സോഷ്യൽ മെച്യൂരിറ്റി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ലൈഫ് സ്കിൽസ് പറഞ്ഞു 10 എണ്ണം. ഈ തിയറീസ് ജസ്റ്റ് ഹെഡിങ് എഴുതിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ലാസ്റ്റായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അത് ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് എന്നൊക്കെയാണെങ്കിൽ ജെനറ്റിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഉണ്ടാവും, കൾച്ചറൽ കണ്ടൻറ് ഉണ്ടാവും, പിന്നെ പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഫാമിലി ആൻഡ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരാളുടെ ബിഹേവിയറിനെ പ്രൈമറിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്താ ഇൻട്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റും അതുപോലെ തന്നെ പ്രൊസീജിയറും സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനും റെഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരാളുടെ സോഷ്യൽ കോമ്പീറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് കൊണ്ടുവന്നത്. ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ആ കാര്യം നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മെച്യൂരിറ്റി എന്താണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സോഷ്യൽ മെച്യൂരിറ്റി എന്താണെന്ന് പറയാം. പിന്നെ ഇതൊരു 13 കാറ്റഗറീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 13 ഏജ് ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 15 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്ന് പറയാം. പിന്നെ അതിൽ 8 സ്കിൽസ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അതിലേതൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, സെൽഫ് ഹെൽപ്പ് ജനറൽ, സെൽഫ് ഹെൽപ്പ് ഈറ്റിംഗ്, സെൽഫ് ഹെൽപ്പ് ഡ്രസ്സിങ്, സെൽഫ് ഡയറക്ഷൻ, ഒക്യുപ്പേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലോക്കോമോഷൻ, സോഷ്യലൈസേഷൻ. ഈ 8 സ്കിൽസ് ഇതിൽ മെഷർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ പറയാം. ലാസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ നമുക്ക് എന്ത് പറയാം, എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ കോഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SQ = SA/CA × 100 ആണ്. ഓക്കെ, അതിൽ SQ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ സോഷ്യൽ കോഷ്യൻ്റും
എസ് എ പറഞ്ഞാൽ സോഷ്യൽ ഏജ്, സി എ ക്രോണോളജിക്കൽ ഏജ്, പിന്നെ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിലൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സോഷ്യൽ കോമ്പീറ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് EA ഡോളാണ്, അത് പറയാം. പിന്നെ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ 8 സ്കിൽസ് ഇതിൽ നോർമലി അക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ 13 ഏജിൻ്റെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കണ്ടക്ട് ചെയ്യണമെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ആ 8 സ്കിൽസ് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിടാം. ഓക്കെ, സെൽഫ് ഹെൽപ്പ് ജനറലും, സെൽഫ് ഹെൽപ്പ് ഹീറ്റിങ്ങും, സെൽഫ് ഹെൽപ്പ് ഡ്രസ്സിങ്, സെൽഫ് ഡയറക്ഷൻ, ഒക്യുപ്പേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലോക്കോമോഷൻ, സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സ്കിൽസൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിടാം. അത് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ കോഷ്യൻ്റ് SQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, പിന്നെ അതിൽ വരുന്നതാണ് മെറ്റീരിയൽസ് റിക്വയർഡ്. മെറ്റീരിയൽസ് റിക്വയർഡിൽ നമ്മൾ മുന്നത്തെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് പറയാം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്യൂട്ടബിൾ എൻവിറോൺമെൻറ്റ് വേണമെന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫർണിച്ചറും അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും വേണം. പിന്നെ ഈ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലിൻ്റെ ക്വസ്റ്റ്യനെയർ ഉണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനെയർ. ഇതിൽ ടോട്ടലി 89 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 15 വയസ്സ് വരെയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലിൻ്റെ ക്വസ്റ്റ്യനെയർ വേണം, പിന്നെ ഇതിന് നോം ഷീറ്റ് വേണം, സ്കോറിംഗ് ചാർട്ട് വേണം, മാനുവൽ വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റേഷനറീസിൻ്റെ കാര്യങ്ങൾ പറയാം, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ചൈൽഡ് വേണം, അതുപോലെ തന്നെ ചൈൽഡാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇൻ്റർഫിയർ ചെയ്യാൻ പാരൻറ്റിന് പറ്റും, അപ്പോൾ പാരൻറ്റിനെയും അതിലെഴുതാം. പിന്നെ വാട്ടർ ബോട്ടിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റീരിയൽസ് റിക്വയർഡിൽ വേണ്ടത്. ഒന്നുകൂടെ പറയാം, മെറ്റീരിയൽസ് റിക്വയർഡിൽ ആദ്യം ഒരു സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ വേണം, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, ചൈൽഡാണ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് പാരൻറ്റ് വേണം. ഓക്കെ, പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലിൻ്റെ ക്വസ്റ്റ്യനെയർ വേണം, നോമിൻ്റെ ഷീറ്റ്സ് വേണം, മാനുവൽ വേണം, സ്കോർ ടേബിൾ വേണം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേഷനറി, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ വാട്ടർ ബോട്ടിൽ, ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് റിക്വയർഡിൽ വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഇൻഫോർമൽ എൻവിറോൺമെൻ്റ് ഒന്നും കൂടെ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പറയുന്നതാണ് പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൊഫൈൽ. അപ്പം ഇതിലും നമ്മൾ നേരത്തെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ ടെസ്റ്റ് ചെയ്ത പോലെ പാർട്ടിസിപ്പൻറ്റിൻ്റെ നെയിം, ഏജ്, സെക്സ്, വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടെ ആഡ് ചെയ്യാം. ജോബ് പിന്നെ ഉണ്ടാവില്ലല്ലോ, 15 ഇയേഴ്സ് വരെയുള്ള ചൈൽഡാണ്, അപ്പോൾ ജോബ് മെൻഷൻ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൊഫൈലിൽ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയറാണ്. അപ്പോൾ ഈ പ്രൊസീജിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സ്കെയിൽ VSMS ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ഈ ക്വസ്റ്റ്യനെയർ തരും, ഈ 89 ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യനെയറും പിന്നെ ഈ സ്കോറിൻ്റെ കൺവേർട്ട് ചെയ്യാനുള്ള ഷീറ്റും തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് അവിടെ പറയേണ്ടത്. അപ്പം ആദ്യം ഈ സബ്ജക്റ്റിനോട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി പറയാം. പിന്നെ ഇതിന് ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക, ഒരു ഇൻഫോർമൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു റാപ്പോ ഈ ചൈൽഡുമായിട്ട് ബിൽഡ് ചെയ്യാം. പിന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നും ഇപ്പോൾ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഈ 89 ക്വസ്റ്റ്യനും ചോദിക്കേണ്ടി വരും. അല്ല 12 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ 84 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, 11 വയസ്സാണെങ്കിൽ 81 വരെയുള്ളത്. അപ്പോൾ അത് നോക്കുക, അത് ഏജ് അനുസരിച്ച് ഏത് വയസ്സ് വരെയാണെന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. ഓക്കെ, പിന്നെ ഈ കുട്ടീനോട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറയുക, അവരുടെ പേരും ഏജും സെക്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, ഒരു ഇൻഫോർമൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതിൽ ഇപ്പോൾ 15 വയസ്സുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു 12 വയസ്സുള്ള കുട്ടിയാണ് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഒരു 89 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയാം. ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എത്ര വരെ എടുത്താൽ മതിയായിരിക്കും? 77ാമത്തെ ക്വസ്റ്റ്യൻ വരെ എടുത്താൽ മതിയായിരിക്കും, ഒരു 10 ഇയേഴ്സ് ഉള്ള കുട്ടിയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റുഡൻറ്റിനോട്, ഈ കുട്ടീനോട്, ചൈൽഡിനോട്, സബ്ജക്റ്റിനോട് പറയാം, അവർ ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന സമയത്ത് അത് അപ്രോപ്രിയേറ്റ് അതിന് ആൻസർ ചെയ്യാൻ പറയാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് കുട്ടിയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് ഒരു ടിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ അതിന് 1 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ സ്കോർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അതിന് ഹാഫായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ,
പിന്നെ അതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ അതിനെന്താ ഹാഫായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ അമ്മ പറയുകയാണ് ഇങ്ങനെയായിരുന്നില്ല, കുട്ടി പറയുകയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഹാഫായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് അവരെ ആ പ്രൊസീജിയറിൽ നമ്മൾ എഴുതാം. ഈ ക്വസ്റ്റ്യനെയറിൽ 89 ക്വസ്റ്റ്യൻ ഉണ്ടെന്നും 13 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നും 8 കാര്യങ്ങൾ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാം. പിന്നെ ഇവർ റാപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ എങ്ങനെയാണ് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണത്, ഓരോ ക്വസ്റ്റിനും 1 വെച്ചിട്ടാണ് സ്കോർ കൊടുക്കുന്നതിനുള്ള കാര്യം പറയാം. ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 77ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതിന് ശേഷം ഇവിടെ എന്താ സ്കോറിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ SQ എന്ന് പറഞ്ഞാൽ SA/CA ആണ്, ഇൻറ്റു 100 ആണ്. SQ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോഷ്യൻ്റ് ആണ്, SA എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഏജ് ആണ്, CA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്രോണോളജിക്കൽ ഏജ് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനിയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുന്നത്. ഇവിടെയാണ് മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ വരുന്നതാണ് ഈ സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, ഈ സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ 77 ക്വസ്റ്റ്യനാണ് ഒരു 10 വയസ്സുള്ള കുട്ടീനോട് ചോദിക്കേണ്ടത്. അപ്പോൾ അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തോന്നുക ഒരു 73 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടാണ്, ക്വസ്റ്റ്യനറിലുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടാണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലവരുടെ ഈ റോ സ്കോറാണ് 73. ഓക്കെ, റോ സ്കോർ 73 ആയിരിക്കും. റോ സ്കോർ എന്ന് പറയുന്നത് 73 ആയിരിക്കും. അതിന് വരുന്ന ഈ എന്തായിരിക്കും SA എന്ന് പറഞ്ഞാൽ 8.8 ആയിരിക്കും. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, റോ സ്കോർ ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 77 ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പോൾ അവർ 73 എണ്ണം കറക്റ്റ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ SA വരുന്നത് എന്താണ് 8.8 വരുന്നത്. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻ്റർപ്രിറ്റേഷനിൽ നമ്മൾ ഇത് എഴുതണം. അത് നമ്മൾ ഈ സ്കോറിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റഗറിയും വരുന്നുണ്ട്. ഇപ്പോൾ SQ കിട്ടുന്നത് <70 ആണെങ്കിൽ വെരി ലോ സോഷ്യൽ മെച്യൂരിറ്റി ആണ്, 70 to 85 ആണെങ്കിൽ ലോ സോഷ്യൽ മെച്യൂരിറ്റി ആണ്, 85 to 115 ആണെങ്കിൽ ആവറേജ് സോഷ്യൽ മെച്യൂരിറ്റി ആണ്, 150 to 140 ആണെങ്കിൽ ഹൈ സോഷ്യൽ മെച്യൂരിറ്റി ആണ്, മോർ ദാൻ 140 ആണെങ്കിൽ എന്താണ് സുപ്പീരിയർ സോഷ്യൽ മെച്യൂരിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് അതിൻ്റെ സ്കെയിലിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനിൽ പറയാം. ഓക്കെ, റോ സ്കോർ എത്രയാണ് വരുന്നത്? ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയ റോ സ്കോർ 73 ആണ്. ഓക്കെ, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള SA വരുന്നത് 8.8 ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ റിസൾട്ടിലേക്ക് കടക്കും. പിന്നെ ആ സ്കെയിലും കൂടെ അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസൾട്ടിൽ നമ്മൾ നെയിം എഴുതും, ഏജ് എഴുതും, സെക്സ് എഴുതും. പിന്നെ റോ സ്കോർ കിട്ടിയത് നമുക്ക് എത്രയാണ്? ഇവിടെ കിട്ടിയത് 73 ആണ്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള SA കിട്ടിയത് 8.8 ആണ്. നമ്മളതിന് SQ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ SQ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ SA/CA × 100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സോഷ്യൽ ഏജ് വരുന്നത് എന്താ 8.8 ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് 10 ആണ്. ഓക്കെ, ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പോൾ 8.8 × 100 ഡിവൈഡഡ് ബൈ 10 വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര വരിക? 88 വരിക. അപ്പം ഈ 85 മുതൽ 115 വരെ ഉള്ളത് ആവറേജ് സോഷ്യൽ മെച്യൂരിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ 88 ഇതിലല്ലേ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ അല്ലേ വരിക. അപ്പോൾ അവർക്ക് ആവറേജ് സോഷ്യൽ മെച്യൂരിറ്റി ആണ് നമുക്കിതിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ടിൽ നമ്മൾ പറയാം. ഓക്കെ, പിന്നെ ഡിസ്കഷനിൽ പറയുക ഈ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ഈ ഒരു 8.8 അല്ലെങ്കിൽ 88 ഇത് കിട്ടുകയെന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ കോഷ്യൻ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് അപ്രോപ്രിയേറ്റ് ആണ്, ഒരു ആവറേജ് സോഷ്യൽ മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഷനിൽ നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ ദ പാർട്ടിസിപ്പൻറ്റ് ഡെമോൺസ്ട്രേറ്റ് സോഷ്യൽ മെച്യൂരിറ്റി ആൻഡ് അഡാപ്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദിസ് ഏജ് എന്ന് പറഞ്ഞിട്ട് അതിവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിലവിടെ മെയിനായിട്ട് വരുന്ന ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് നോക്കി വയ്ക്കുക. ഓക്കെ, റെഫറൻസ് ആണ്. ഈ 2 റെഫറൻസും കൂടെ നോക്കി വയ്ക്കുക. അപ്പം ഡോൾ 1965 വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ അപ്ലൈഡ് സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ റെഫറൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ റെഫറൻസ് ഇത് ഇന്ത്യൻ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്തത് രാജ്ബി ആണ്. അപ്പം രാജ്ബി 1992 വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ അപ്ലൈഡ് സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതും പേജ് നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ റെഫറൻസ് കുത്തും കോമയൊന്നും മാറിപ്പോവാണ്ട് ഇതേ ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, ഇയറും മാറാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക.
പിന്നെ ഇതിൽ എനിക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, VSMS ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്നോട് വൈവയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സൈക്കോഡൈനാമിക് തിയറി എന്താണ്, സ്കിന്നറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, കൺകറൻറ്റ് വാലിഡിറ്റി, പിന്നെ ടൈപ്പ് ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ്, ടൈപ്പ് ഓഫ് പാരൻറ്റിങ്, ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് ലോ സോഷ്യൽ മെച്യൂരിറ്റി നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക, പിന്നെ റീസൺ ഫോർ ദ ലോ സോഷ്യൽ മെച്യൂരിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ.